ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു കിടിലം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാത്രം മാറിയിട്ട് എളമ്പേരമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്ന ഒരു 5.25 ഏക്കർ പ്ലോട്ട് കണ്ടല്ലേ നിങ്ങൾ, വീടൊക്കെ വെച്ച് താമസിക്കാനും അതുപോലെ തന്നെ പ്ലോട്ടായിട്ട് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു കിടിലനൊരു 5.25 ഏക്കർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഉള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളി. പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് നിങ്ങൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഇങ്ങോട്ട് വരാനുള്ള റോഡും വഴിയും കാര്യങ്ങളും സംഭവങ്ങളും എന്തൊക്കെ സൗകര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങോട്ട് വരാനുള്ള വഴിയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. തളിപ്പറമ്പിൽ നിന്ന് ആലക്കോട് പോകുന്ന റൂട്ടിൽ എളമ്പേരമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ആ എളമ്പേരമ്പാറയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ റോഡ് കണ്ടില്ലെങ്കിൽ ടാറിങ് റോഡാണ്, പഞ്ചായത്ത് റോഡാണ്. പിന്നെ ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്, അടുത്തടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കണ്ണൂർ ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 കിലോമീറ്ററും അതുപോലെ തന്നെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് വെറും 40 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഒരു റോഡിനാണ് നമുക്ക് കുറച്ചൊരു ടാറിങ് ആയിട്ടുള്ള, കുറച്ച് ഭാഗം ടാറിങ് ആകാത്ത റോഡാണ്. ആ കാണുന്നതാണ് കേട്ടോ നമ്മളെ പ്ലോട്ട്. അവിടെയൊക്കെ ഇഷ്ടംപോലെ അടുത്തടുത്ത് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ആ പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് സൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ റോഡ്, നമ്മൾ നേരത്തെ കണ്ട റോഡ്. പിന്നെ ചുറ്റുപാടും കണ്ടില്ല നിങ്ങൾ, ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ വീടുകളുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം നമ്മളെ കണ്ണൂർ ജില്ലയിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് കേട്ടോ. തളിപ്പറമ്പ് താലൂക്ക് വരുന്ന തളിപ്പറമ്പിലും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് ചപ്പാരപ്പടവ് പഞ്ചായത്തിലും വില്ലേജ് വരുന്നത് കൂവേരി വില്ലേജിലും പെട്ട സ്ഥലമാണ് കേട്ടോ. കണ്ടല്ലോ നിങ്ങൾ, ഈ കാണുന്നതാണ് പ്ലോട്ട്. ചുറ്റുഭാഗം അതാണ് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ്. ഇതുണ്ടല്ലോ ഇഷ്ടം പോലെ വീടുകളുണ്ട്, അടുത്തടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. പുതിയ വീടുകളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് റോഡ്. ഏത് വലിയ വണ്ടി വേണമെങ്കിലും നമ്മൾ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണാണ്ടല്ലോ നിങ്ങൾ, മൊത്തം 5.25 ഏക്കർ പ്ലോട്ടാണ് കേട്ടോ. മൊത്തത്തിലുള്ള ഈ കാണുന്ന ഈ ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ്. ഞങ്ങളിപ്പോ നിക്കണപ്പോ പ്ലോട്ടിന്റെ ഏകദേശം സെന്റർ ഭാഗത്താണ് ഇപ്പൊ നിക്കണത്. ഇവിടെ നിന്ന് മൊത്തത്തിലുള്ള ആ വ്യൂ ഒന്ന് കണ്ടോക്കിയാണ് നിങ്ങൾ. കണ്ടോ, ഇങ്ങേ തലക്കെ നമുക്ക് അങ്ങേ തല വരെ മൊത്തം തെളിഞ്ഞ് കാണട്ടോ. ഇതേമാതിരിക്കാ കിടക്കണം. പിന്നെ അങ്ങോട്ട് നോക്കി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് നമുക്ക് കിൻഫ്ര പാർക്ക് ഉള്ളത് കേട്ടോ. അവിടെ ആ കാണുന്ന കിൻഫ്ര പാർക്കാണ്. പിന്നെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ അമ്പലമുണ്ട്, പള്ളിയുണ്ട്, ചർച്ചുണ്ട്, സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളാണെങ്കിലും ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെങ്കിലും അതുപോലെ കോളേജുകളാണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. മറ്റേ സൂപ്പർ മാർക്കറ്റുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, മറ്റേ പെട്രോൾ പമ്പ്, എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഏകദേശം 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അതെ. അപ്പോളേ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് വെള്ളത്തിന്റെ സൗകര്യത്തിനുള്ള ഒരു ബോർവെൽ ഉണ്ട് കേട്ടോ. കാണിച്ചാൽ ഇതിനകത്ത് ഉണ്ടല്ലോ ഞങ്ങൾ, ഇതേപോലെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കിട്ടുന്ന ഒരു ബോർവെൽ ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു പ്ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കിണർ കുത്തിയാലോ അതല്ലെങ്കിൽ ബോർവെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇഷ്ടം പോലെ വെള്ളങ്ങൾ എവിടെ വേണമെങ്കിലും നമുക്ക് വെള്ളം കിട്ടും കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഈ ഒരു ഏരിയയിലില്ല. ചുറ്റുപാട് കണ്ടില്ല നിങ്ങൾ, ഇഷ്ടം പോലെ വലിയ വീടുകളും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡിൽ കണ്ടില്ല നിങ്ങൾ, ഈ ഒരു സൈഡിലും റോഡുണ്ട്. എല്ലാ സൈഡിലും ഒരുവിധം എല്ലാ സൈഡിലും നമുക്ക് ഈ ഒരു 4 സൈഡിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ റോഡ് എടുക്കാനുള്ള സൗകര്യത്തിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡിലുള്ള റോഡ് കേട്ടോ. ചുറ്റുപാട് കണ്ടില്ല നിങ്ങൾ, ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് പ്ലോട്ട് എടുക്കുകയെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തോട്ടും വണ്ടി വരും. എവിടെ വേണമെങ്കിലും നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഏത് മുക്കിലും മൂലയിലും വണ്ടി ചെല്ലാനുള്ള സൗകര്യമുണ്ട്. പിന്നെ കണ്ടില്ല നിങ്ങൾ, ഒരുവിധം ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ്. കറണ്ടിൻ്റെ കണക്ഷൻ കണ്ടില്ല നിങ്ങൾ, ഇലക്ട്രിക് പോസ്റ്റ് ഒരുവിധം എല്ലാ സൈഡിൽ കൂടി നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കാനും റോഡിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലോട്ടിന്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതാക്കുന്ന ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് റോഡ് പോകുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ വണ്ടി പോകുന്നത് തന്നെയാണ്, ഏത് വണ്ടി വേണമെങ്കിലും പോകണം. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ നമ്മളെ പ്ലോട്ടിന്റെ ഈ ഒരു ഭാഗത്തുള്ള മൊത്തത്തിലുള്ള വ്യൂ ഒന്ന് കണ്ടോക്കി നിങ്ങൾ. കണ്ടോ, മൊത്തം കാണാം നമുക്ക് നമ്മളെ വണ്ടി കിടക്കണതും എല്ലാം അങ്ങേ തല വരെ തെളിഞ്ഞ് കാണാം കേട്ടോ. പിന്നെ ഇതാക്കണം, ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് റോഡ് പോകുന്നുണ്ട്. ഇവിടെ വരെയാണ് നമ്മളെ സ്ഥലത്തിന്റെ അതിര് എൻഡ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് റോഡ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം സ്ഥലം കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്ഥലം നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് കേട്ടോ ഈ ഒരു പ്ലോട്ട് വരുന്നത്. എളമ്പേരമ്പാറ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അതായത് നമുക്ക് കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് ആലക്കോട് പോകുന്ന റൂട്ടിൽ എളമ്പേരമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറുതാണ് 1 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. വീടൊക്കെ വെച്ച് താമസിക്കാനും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകൾ പണിയാൻ അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ പണിയാൻ പറ്റിയ നല്ല കിടിലൻ ഒരു പ്ലോട്ടാണ്.
അപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിലും വിലയും കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്, ഓണറുടെ നമ്പർ. നിങ്ങൾക്ക് എത്ര അളവിലാണ് ഈ ഒരു സ്ഥലം വേണ്ടത് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് ഓണറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എത്ര സ്ഥലമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതെന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, ചുറ്റുപാടുതാണ്, ഇഷ്ടംപോലെ വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തടുത്ത് ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ളൊരു സ്ഥലമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ അറിവിൽ ഈ കണ്ണൂർ ജില്ലയിലെ ഈ തളിപ്പറമ്പ് ഏരിയയിലൊക്കെ സ്ഥലങ്ങളൊക്കെ ആരെങ്കിലൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ നമ്മുടെ കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിലിന് ഇതിൻ്റെ ഓണറെ മാത്രം കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.